ഹലോ വാട്ട് ലവേഴ്സ്. അപ്പോൾ നമ്മളിതാ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നത്. വേറൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്യാം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് നമ്മളുടെ ഈ ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ? കമാൺ. നമ്മളുടെ ബുക്ക് മാർക്കിൻ്റെ സൈസിൽ പേപ്പർ കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് സ്കെച്ച് ചെയ്തിട്ട് ഇപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതൊരു വെറൈറ്റി സ്കെച്ചാണ്. നിങ്ങൾക്ക് ഇതിന് വേറെ ഏതെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഫ്ലവർ പോലെയാണ് ഇതിവിടെ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം രണ്ട് ബട്ടർഫ്ലൈസിൻ്റെ വിങ്സ് രണ്ട് സൈഡിലുമായിട്ട് വരുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ ഫ്ലവേഴ്സിൻ്റെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഇത് തന്നെ കോപ്പി ചെയ്ത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇതുപോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ കൊടുക്കുന്ന ഈ കളേഴ്സൊക്കെ ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച് എൻ്റെ കയ്യിൽ ബാക്കി വന്ന കളേഴ്സ് വെച്ചിട്ടാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല കളർ കോമ്പിനേഷനൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഫ്ലവേഴ്സ് രണ്ട് ഭാഗവും കളർ ചെയ്ത് ഫില്ല് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഏറ്റവും മോസ്റ്റ് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പ്രോസസ്സ് ഔട്ട്ലൈനിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഔട്ട്ലൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാ നമ്മളുടെ ഔട്ട്ലൈനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾക്ക് ഇതെങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ നമ്മുടെ ഔട്ട്ലൈനിങ് പ്രോസസ്സ് ഏകദേശം കഴിയാറായി. ഔട്ട്ലൈനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പേപ്പറിനെ നമ്മൾ വരച്ചത് കണ്ടില്ലേ, ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും. അങ്ങനെ എല്ലാ കോർണേഴ്സും ശ്രദ്ധിച്ച് വളരെ നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് നമുക്കിത് ഒരു ഫ്ലവർ പോലെ കിട്ടും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇത് ഫ്ലവർ പോലെ ആവുന്നതെന്ന്. നേരത്തെ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈസിനെ പോലെ ആക്കണമെങ്കിൽ രണ്ട് സൈഡും വിങ്സ് പോലെ ആക്കി നമുക്ക് ബട്ടർഫ്ലൈസ് പോലെ ആക്കാം. അതല്ല വേറെ വെറൈറ്റി ഫ്ലവേഴ്സിൻ്റെ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വെറൈറ്റി ഫ്ലവേഴ്സ് വരച്ച് നിങ്ങൾക്ക് അതുപോലെ ആക്കാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. സോ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഓക്കെടാ, ബൈ.